X1 പ്രസൻറ്റ് ചെയ്യാതിരുന്നത് ഒരു മിസ്റ്റേക്കാണ് എന്നുള്ളത് ഫ്രണ്ട് വീൽ ഡ്രൈവ് കാർ ആയതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും എൻ്റെ ഫേവറേറ്റ് ഫീച്ചേഴ്സിൽ രണ്ടെണ്ണമാണ് ഇവൻ്റെ ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്താണ് X1-ന് ഇത്രമാത്രം സെയിൽസ് വരുന്നതെന്നുള്ളത്. എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കുമുള്ള വലിയൊരു ആഗ്രഹമായിരിക്കും ഒരു BMW സ്വന്തമാക്കുക, അല്ലെങ്കിൽ BMW എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്ന് ഒരു വണ്ടി മേടിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് ഇന്ന് ശരിക്കും നമ്മൾ ഈ ഡോക്ടർ ഡ്രൈവ് തുടങ്ങിയിട്ട് ഏകദേശം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു 1.5-2 കൊല്ലമായി ഒരു ഫുൾ സിംഗിൾ വീഡിയോസ് എസ്പെഷ്യലി ഷോർട്ട് ഫോം കണ്ടൻസും ഒക്കെ ചെയ്ത് അഗ്രസീവായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇന്ന് മാർച്ച് 7-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് BMW ഇന്ത്യ ഒരു വുമൻസ് ഡേ സെലിബ്രേഷൻ്റെ പാർട്ടായിട്ട് നമ്മുടെ കളമശ്ശേരിയിലുള്ള EVM ഓട്ടോക്രാഫ്റ്റ് തൊട്ട് നമ്മുടെ ഗ്രാൻഡ് ഹയത്ത് വരെ ഒരു വുമൻസ് ഡേ ഡ്രൈവ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടത്തിൽ ഏതാണ്ട് ഞാൻ മാത്രമല്ല, ഏതാണ്ട് അനലിനും ഉണ്ട്. അപ്പോൾ അനലിന് ഇന്ന് BMW ഇന്ത്യ അലോട്ട് ചെയ്ത് കൊടുത്ത വണ്ടിയാണ് ഈ കിടക്കുന്ന X1. അപ്പോൾ നമ്മൾ X1-ൽ അവിടുന്ന് ഇവിടം വരെ ഒരു ഡ്രൈവ് വന്നു ഇവരുടെ ഒരു വുമൻസ് ഡേയുടെ പാർട്ടായിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് നമ്മൾ വണ്ടി വിൽക്കുക പോവുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല ഈ ഒരു ബ്രാൻഡിനെ സംബന്ധിച്ചിട്ട്. ആ കമ്മ്യൂണിറ്റിയിലുള്ള ഓരോരുത്തർക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്, അതിൻ്റേതായ ഇവൻറ്റുകൾ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പുതിയൊരു എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഒരു കൊഹോഡാണ് ഈ ഒരു BMW എന്ന് പറയുന്ന ബ്രാൻഡ് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഇന്ന് മനസ്സിലായി. അതുമാത്രമല്ല ഇങ്ങനെ നമ്മുടെ ഡ്രീം ബ്രാൻഡ് നമ്മളെ വിളിച്ച് അവരുടെ പാട്ടാവുക എന്നൊക്കെ പറയുന്നത് ശരിക്കും എന്നെ സംബന്ധിച്ചൊരു പ്രൗഡ് മൊമെൻറ്റ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ BMW-ൻ്റെ പാട്ടായിട്ട് നേരത്തെ ഏർലിയർ അവരുടെ ട്രാക്കിൽ പോകുമായിരുന്നു. ഈ പറയുന്ന BMW EVM ഓട്ടോക്രാഫ്റ്റ് ഹോസ്റ്റ് ചെയ്യുന്ന ഇവൻറ്റ്സിനൊക്കെ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഇന്ന് തന്നെ ഏറ്റവും ഹാപ്പി ആക്കിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനല്ല മെയിൻലി ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മുടെ അനലിനാണ് ഇന്നിൻ്റെ പാട്ടയക്കുന്നത്. അപ്പോൾ ഇന്ന് അവളോട് 5 സീരീസ് ഉണ്ടായിരുന്നു, 2 സീരീസ് ഉണ്ടായിരുന്നു, അതുപോലെ X1 ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഏത് വെഹിക്കിൾ വേണമെങ്കിലും അവർക്ക് ഇന്ന് ഡ്രൈവ് ചെയ്യാം, അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് പറഞ്ഞത് BMW ബ്രാൻഡ്. അപ്പോൾ വാട്ട് വി തോട്ട് ഈസിലേക്ക് നമ്മൾ ഓൾറെഡി 5 സീരീസ് നിങ്ങളുടെ അടുത്ത് ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, X3 ചെയ്തിട്ടുണ്ട്, X1 പ്രസൻറ്റ് ചെയ്തില്ല. X1 പ്രസൻറ്റ് ചെയ്യാതിരുന്നത് ഒരു മിസ്റ്റേക്കാണ് എന്നുള്ളത് ഞാനിപ്പോൾ മേ ബി കുറച്ച് തിരക്കൊക്കെ മൂലമാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത്. പക്ഷേ ഇന്ന് X1 ചെയ്ത സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവരുടെ SUV സെഗ്മെൻറ്റിൽ ഏകദേശം 30% സെയിൽസ് കൊണ്ടിരുന്ന ഈ കിടക്കുന്ന മുതലാണ് 30% സെയിൽസ്. അതുമാത്രമല്ല 2024 ഏകദേശം 15,000 വണ്ടികൾ BMW-ൻ്റെ X1 ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ല് ചെയ്തു. 2025 ആയപ്പോഴത്തേക്കും ആ നമ്പർ ഏതാണ്ട് 18,000 ആയിട്ടുണ്ട്. 2026 അതിന് നമ്പേഴ്സ് ഒത്തിരിയധികം വീണ്ടും കൂടുമെന്നുള്ളത് 100% ഉറപ്പാണ്. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ശരിക്കും ഒരു എൻട്രി ലെവൽ വെഹിക്കിൾ അല്ലെങ്കിൽ എൻട്രി ലെവൽ SUV നമ്മൾ വിളിക്കാൻ പറ്റും. ആ ഒരു എൻട്രി ലെവൽ പാക്കിൻ്റെ അകത്ത് വളരെയധികം, അതായത് വയറ് നിറച്ച് തരിക എന്ന് പറഞ്ഞ പോലെ ഫീച്ചർ റിച്ച് ആയിട്ടാണ് അവർ X1-നെ ലോഞ്ച് ചെയ്തേക്കുന്നത്. 2 മോഡൽ അവൈലബിൾ ആണ്. അതായത് പെട്രോൾ ഓപ്ഷനും അവൈലബിൾ ആണ്, ഡീസൽ ഓപ്ഷനും അവൈലബിൾ ആണ്. പെട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു 1.5 ലിറ്റർ 3 സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഡീസൽ വരുമ്പോൾ നമ്മുടെ 2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് വേറൊരു ചേഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ പെട്രോളിൻ്റെ അകത്ത് ഒരു ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ കൊടുത്തിട്ടുണ്ട്, ഡീസലിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ പലരും പറയാറുണ്ട് ഈ ഒരു ആദ്യ കാലങ്ങളിൽ ഇങ്ങനെ ഒരു ഡിസൈൻ സ്റ്റൈലിലേക്ക് വന്നപ്പോൾ അത് ഒത്തിരിയധികം മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷേ ഇപ്പം ഐ എം എ സ്ട്രോങ് ബിലീവർ അല്ലെങ്കിൽ ഐ എം എ സ്ട്രോങ് ലവർ ഓഫ് ദിസ് പർട്ടിക്കുലർ ഈ ഒരു നീഷ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി രാത്രിയിലൊക്കെ ഇവൻ തരുന്ന റോഡ് പ്രസൻസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമാണ് ഇതിൻ്റെ റോഡ് പ്രസൻസ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ BMW-ൻ്റെ ഒരു LED സ്റ്റൈലിലുള്ള ആ ഒരു ലേസർ ഹെഡ്ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല രസത്തിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള DRLs വരുന്നുണ്ട്. അവിടെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. ഒരു എൻട്രി സെഗ്മെൻറ്റ് കാറാണ്, അല്ലെങ്കിൽ ഒരു 50 lakhs-ന് കമ്പനി ലോഞ്ച് ചെയ്ത കാറാണെന്ന് പറയില്ല, ഒരിക്കലും ആ ഒരു പ്രീമിയംനെസ് ഒട്ട് സ്കിപ്പ് ചെയ്താണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ 18 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആണ് നമ്മുടെ X1-ന് ഇവന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വലിയൊരു മിറർ ഇതാണ്ട് ഇവിടെ കാണാം. ഓഫ് കോഴ്സ് ഓട്ടോ ഫോൾഡബിൾ ആയിരിക്കും. പിന്നെ ഞാൻ ഫ്ലഷ് ഡോറിൻ്റെ ഒരു ഫാനല്ല, ഇതുണ്ടോ ഇതിന് ഫ്ലഷ് ഡോറും അല്ല കൊടുത്തിരിക്കുന്ന ആ ഒരു പഴയ സ്റ്റൈലിലുള്ള ഡോറുമാണ്. എന്നാൽ ഡിസൈൻ അല്ലെങ്കിൽ എയറോഡൈനാമിക്സത്തിന് ഒട്ടും കോംപ്രമൈസ് ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് തള്ളി നിൽക്കുകയല്ല, അകത്തേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് അവരതിനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ X1 എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവ് കാർ ആയതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ അത് ഇൻസൈഡിലാണ്. ഇൻസൈഡ് സ്പേസും ലാവിഷ്നെസ്സും ഒക്കെയാണ്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാം. അതിന് മുമ്പ് നമ്മൾ ബാക്കിൻ്റെ ഒരു ഡിസൈൻ സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കാണുന്ന പോലെ എനിക്ക് ഐ എം ഓൾസോ നോട്ട് എ ഹ്യൂജ് ഫാൻ ഓഫ് ദിസ് കണക്റ്റഡ് ലൈക്ക് ത്രൂ ഔട്ട് പോകുന്നതിന് അത്രയധികം ഫാനല്ല. ആ ഒരു പഴയ ഒരു ക്ലാസിക് സ്റ്റൈലിലുള്ള ഒരു ടെയിൽ ലൈറ്റ്സ് തന്നെയാണ് ഇവന് കൊടുത്തിരിക്കുന്നത്. ഒരു 3 കളർ അല്ലെങ്കിൽ ഡ്യുവൽ കളർ കോമ്പോ നമുക്ക് പറയാൻ പറ്റും. ഡ്യുവൽ എക്സോസ്റ്റ് ടിപ്പ് ഇല്ല, എക്സോസ്റ്റ് ഹിഡൻ ആണ്. ഇവിടെ തന്നെ ഒരു ഡിഫ്യൂസർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് തന്നെ ഇലക്ട്രോണിക്കലി ഓപ്പണബിൾ ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് ആണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, അതായത് BMW എന്തിന് ഫ്രണ്ട് വീൽ ഡ്രൈവ് കൊടുത്തു എന്നുള്ള ഉത്തരമാണ് ഈ കാണുന്ന സ്പേസ് എന്ന് പറയുന്നത്. എത്ര മാത്രം ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാമോ? ഞാൻ താണ്ട വേണമെങ്കിൽ താണ്ട് ഇതിൻ്റെ അകത്ത് കണ്ടോ, അത്രയും നമ്മളെ കയറ്റിയിടാൻ പറ്റുന്ന രീതിയിൽ വലിയൊരു സ്പേസാണ്. ഇതിനെ ടെക്നിക്കലി ഇത് എത്രയുണ്ടെന്നുള്ള അകിലിപ്പോൾ ഇവിടെ എഴുതി കാണിക്കും. നല്ല വലിയൊരു സ്പേസാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഓൾട്ടോ
അവനത് ഡിറ്റക്ട് ചെയ്തു, അവിടെ സ്റ്റോപ്പ് ചെയ്തു. മുകളിലോട്ട് പോയി ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്, പക്ഷേ അവനത് പ്രോപ്പറായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. എന്നെ ഇടിച്ച് ചമ്മന്തി ഒന്നും ആക്കിയില്ല. ഇനി നമുക്ക് ബാക്ക് സീറ്റിൽ കയറിയിരുന്ന അതിൻ്റെ സ്പേസ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ബാക്ക് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന പോലെ ഹർമൻ കാർഡൻ്റെ സ്പീക്കർ സിസ്റ്റമാണ് ഇതിന് വരുന്നത്. രണ്ട് നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റുന്ന സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡോർ ഹാൻഡിൽസ് എന്ന് പറയുന്നത്. ഇതൊരു ഡോർ, ഇതിന് പറയുന്ന പേരെന്താ, ഇത് ഡോർ ഹാൻഡിൽ, ഇതിന് പറയുന്ന പേരെന്താ? അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിന് പറയുന്ന പേരെന്താണെന്നുള്ളത്. ആ ഒരു 3 കളർ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ഇതാ ഒരു ടാൻ എന്ന് പറയുന്ന കളറാണ്. നമ്മുടെ 3 സീരീസും ടാൻ എന്ന് പറയുന്ന കളറാണ്. എനിക്ക് ടാൻ എന്ന് പറയുന്ന കളർ ഭയങ്കര ഇഷ്ടമാണ്. വൈറ്റിനെയും ബീജിനേക്കാളും ഒക്കെ കുറച്ചുകൂടെ ഐ എം എ ഫാൻ ഓഫ് ദാറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്താണ് X1-ന് ഇത്രമാത്രം സെയിൽസ് വരുന്നുള്ളത്. ദിസ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് പ്രൈമറി റീസൺ എന്ന് ഞാൻ പറയും. ബാക്ക് സീറ്റിൽ നമ്മൾ ഇരിക്കുമ്പം വളരെയധികം കംഫർട്ടബിളാണ്. നമുക്ക് ബാക്കിൽ നല്ല രീതിയിൽ സപ്പോർട്ട് വരുന്നുണ്ട്, തൈ സപ്പോർട്ട് വരുന്നുണ്ട്. തൻ്റെ വളരെയധികം ഇവിടെ നമുക്ക് ലെഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ഒരു വലിയൊരു സ്പേസിൽ ഇരിക്കുന്നൊരു ഫീൽ കിട്ടുന്നുണ്ട്. ഒട്ടും ക്ലാസ്ട്രോഫോബിക് എഫക്റ്റ് അല്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ദാണ്ട വലിയൊരു പനാറോമിക് സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പണബിൾ ആണെന്നാണ്. അത് ഓപ്പണബിളുമാണ്. ഇത് പനാറോമിക് എന്ന് പറഞ്ഞാൽ അങ്ങ് തുടക്കം തൊട്ട് ദാണ്ട ബാക്ക് വരെ അവന് വരുന്നുണ്ട്. ഇവിടെ ദാണ്ട ടച്ചായിട്ടുള്ള ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ടച്ച് പാനലൊക്കെ ശരിക്കും കുറച്ചുകൂടെ ലക്ഷറി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ ഒരു ഹ്യൂജ് ഫാനല്ല, എൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഈ ഒരു കൺവീനിയൻസ് ഒക്കെ തന്നെ മതി ആൾക്കാർ BMW എടുക്കാൻ. ബിക്കോസ് BMW എന്നും BMW തന്നെ എന്ന് പറയുന്ന പോലെ തൻ്റെ ബാക്കിൽ AC വെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഫാസ്റ്റ് ചാർജറിൻ്റെ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അവൻ്റെ ഒരു ആംറസ്റ്റ് വരുന്നത്. 2 കപ്പ് ഹോൾഡേഴ്സിനുള്ള പ്രൊവിഷൻ അവിടെ വരുന്നുണ്ട്. നമുക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്ലേസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ബാക്ക് ഇവിടെ വരുന്നുണ്ട്. എനിക്ക് നല്ല സ്പേഷ്യസ് ഉണ്ട്, സ്മാർട്ടായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്നുണ്ട്. ഇത് അകലെന്ന് കാണിച്ചു കൊടുത്തരാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്മിഷൻ ഹബിൻ്റെ മുകളിൽ അവർ ആ ഒരു ഡിസൈൻ എത്രമാത്രം പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഡ്രൈവർ സീറ്റ് കയറിയിരിക്കാം. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് എഞ്ചിൻ ബേയും കൂടി ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ആ ഹുഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പ്രീമിയംനെസ് മനസ്സിലാവും. നമ്മുടെ ഹൈഡ്രോളിക് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് അവരുടെ പുതിയൊരു 3 സിലിണ്ടർ എഞ്ചിനാണ്. വളരെയധികം സ്മൂത്താണ്. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഏകദേശം 134 bhp ആണ് പവർ വരുന്നത്. പക്ഷേ 0 to 100 അറൗണ്ട് ഒരു 9 സെക്കൻഡിൽ അച്ചീവ് ചെയ്യും. ഇനിയിപ്പോൾ കുറച്ചുകൂടെ പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ ഡീസൽ ഓപ്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് എന്താണെങ്കിലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ പരിപാടി, അതായത് ഹൈറ്റിലായിരുന്നു നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വണ്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ പോയിന്റ് ഓഫ് വ്യൂവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോക്പിറ്റാണ് ഈ X1 വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട 5 കാര്യങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്നാണ് ഈ ഒരു കോക്പിറ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു കേർവ്ഡ് ഡിസ്പ്ലേ വന്നപ്പോൾ തന്നെ വണ്ടിയുടെ ഒരു സ്റ്റാൻഡേർഡ് ത്രൂ ഔട്ട് മാറി നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കണ്ട ഫേസ് സീരീസിലൊക്കെ നമ്മൾ കണ്ടില്ല, ആ ഒരു ചെറിയൊരു ഫീല് നമുക്ക് ഇതിനകത്ത് കയറുമ്പോൾ കിട്ടുന്നത്. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് അതിൻ്റെ ഇത്തവണ X1-ന് BMW കൊടുത്തിരിക്കുന്നത്. ഓഫ് കോഴ്സ് ലെതർ ടച്ച് വരുന്നുണ്ട്. പിന്നെ ഇത് M Sport, അതായത് 2 വേരിയൻസ് അവൈലബിൾ ആണെന്ന് പറയുന്നത്. അത് M Sport വേരിയൻ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ M Sport സ്റ്റിയറിംഗ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഈ സൈഡ് നോക്കുമ്പോഴത്തേക്കും ഒരു എന്റർടൈൻമെന്റ് ഓപ്ഷൻ കാണാം. നമ്മുടെ ഡോർ പാർട്സിൽ നമ്മൾ താഴെ കണ്ട പോലെ ബേസിക് കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ സീറ്റ്സ് ഈ പറഞ്ഞ പോലെ നമ്മൾ മെമ്മറി സീറ്റ്സും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ഓഫ് കോഴ്സ് വരുന്നുണ്ട്. ഡ്രൈവറും അതുപോലെ തന്നെ പാസഞ്ചറും. നമ്മൾ ഇതിന്റെ ഫീച്ചേഴ്സ് ജസ്റ്റ് റെക്കോർഡ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇവിടെ ഒരു വയർലെസ് ചാർജർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഫാസ്റ്റ് ചാർജേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ പുതിയൊരു ഡിസൈൻ സ്റ്റൈൽ ഞാൻ പറഞ്ഞില്ല, അതൊരു BMW ഇത്തവണ ഡിസൈന് വളരെയധികം പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. ശരിക്കും പുറമേ ആണെങ്കിലും ഇന്റീരിയറിലാണെങ്കിലും, ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കണ്ട പോലെ ഒരു പുതിയൊരു കളർ തീം അല്ലെങ്കിൽ പുതിയൊരു ഡിസൈൻ സ്റ്റൈലാണ് നമുക്ക് ത്രൂ ഔട്ട് പോയിരിക്കുന്നത്. നമുക്ക് ഗിയേഴ്സ് ഒക്കെ തന്നെ ഇതിലാണ് നമുക്ക് ചേഞ്ച് ചെയ്യുന്നത്. ഒന്നിട്ട് കഴിഞ്ഞാൽ ഗിയർ മോഡ് നമ്മുടെ സ്പോർട്സ് മോഡിലേക്ക് പോകും. ഇനി അതല്ല നമുക്ക് കംപ്ലീറ്റ്ലി കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ ഇവിടെ മൈ മോഡ്സ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫിഷ്യന്റ് എന്ന് പറഞ്ഞ ഈ ഒരു മോഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ത്രൂ ഔട്ട് ചേഞ്ച് ആവും. അതായത് വെഹിക്കിളിന്റെ ട്രാൻസ്മിഷനും എഞ്ചിനും ഒക്കെ ആവുന്നത് മാത്രമല്ല ത്രൂ ഔട്ട് നമ്മുടെ ഒരു കളർ തീം തന്നെ ആ ആംബിയന്റ് ലൈറ്റ്സിന്റെ ചേഞ്ചസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു ഹിഡൻ ആയിട്ട് പോകുന്ന രീതിയിലാണ് ആ ഒരു AC വെൻസിന്റെ ഡിസൈനിങ് പോയിരിക്കുന്നത്. നമ്മൾ മറ്റേതിലേക്ക് ഇപ്പോൾ വന്നു കഴിയുമ്പോഴത്തേക്ക് ത്രൂ ഔട്ട് കിടനാണെങ്കിൽ ഇതിൽ കുറച്ചൊക്കെ നമുക്ക് അപ്പറായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് സ്ട്രക്ചറിങ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3 കളർ ഷെയ്ഡിലാണ് ഇവന്റെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ടോൾ ഒടിച്ചിട്ടില്ല, ഒന്ന് ടോൾ കൊടുത്തിട്ട് വരാം. ഒരു മിനിറ്റ്. ഇത് ശരിക്കും എൻ്റെ ഫേവറേറ്റ് ഫീച്ചേഴ്സിൽ രണ്ടെണ്ണമാണ് ഇവൻ്റെ ഈ റിവേഴ്സ് അസിസ്റ്റ് എന്ന് പറയുന്നത്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കേസാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഈ ഒരു നമ്മളിവിടെ വെക്കുന്ന ഈ ആംറസ്റ്റിൻ്റെ അവിടെ തൊട്ട് തന്നെ ത്രൂ ഔട്ട് ഒരു ഡിസൈനിങ് ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈസിലി ആക്സസബിൾ ആയിട്ടുള്ള സ്വിച്ചുകൾ വേണം. അതുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം നമുക്ക് ഈസിലി ആക്സസബിൾ ആണ്. ടച്ചായിട്ട് അങ്ങ് ദൂരെയൊന്നും എല്ലാം മാറിയിരിക്കുന്നു. ഇവിടെ തന്നെ നമുക്ക് എല്ലാം ആക്സസബിൾ ആണ്. ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറി നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഓഫ് കസ്റ്റമൈസേഷൻ ഓഫ് കോഴ്സ് അവൈലബിൾ ആണ്. ഇത് നമ്മളിപ്പോൾ മോഡ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് സ്പോർട്സ് മോഡിലേക്ക് ഇട്ടു. ഇവിടെ തന്നെ ഇതൊന്ന് ചേഞ്ച് ചെയ്തു. ഇത് ഞാൻ വേണ്ടി നമുക്ക് AC കൂടെ ഒന്ന് ഓഫ് ചെയ്തിട്ട് തൻ്റെ AC ഒന്ന് ഓഫ് ചെയ്തു. സ്പോർട്സ് മോഡിലാണ്. ആക്സിലേഷൻ നിങ്ങളൊന്ന് നോക്കിയാണ്. ഇതിൽ ഇനി ഒരു ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു മോഡും കൂടെ ഉണ്ട്.
അതിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 10 സെക്കൻഡത്തേക്ക് അതിന് ഇലക്ട്രോണിക് ബൂസ്റ്റ് കൂടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് വണ്ടി താണ്ട് ഈ ഒരു രീതിയിൽ അത്യാവശ്യം നല്ല അഗ്രസീവ് ആയിട്ട് കയറുന്നത്. അതായത് ഞാൻ പറഞ്ഞു 0-100 ലെസ് ദാൻ ഒരു 9 സെക്കൻഡ്സിൽ ഇവൻ അച്ചീവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഹാൻഡ്ലിങ്ങും ഭയങ്കര ഫാസ്റ്റ് ലൈനിൽ കൂടെ ഇങ്ങനെ പോകരുത് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിന്റെ ഹാൻഡ്ലിംഗ് ആണെങ്കിലും വളരെയധികം സ്റ്റിഫ് ആയിട്ടുണ്ട്. നമ്മൾ സ്പീഡ് കയറുന്ന സമയത്ത് നമുക്ക് വണ്ടി കയ്യിൽ നിൽക്കുന്ന രീതിയിലാണ്. ചെറിയൊരു ചാസി ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ഭംഗിയായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ സസ്പെൻഷന് ഭയങ്കര രസമായിട്ടുണ്ട്. നമ്മൾ ബാക്ക് സൈഡിൽ ഇരിക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഡ്രൈവ് ചെയ്യുമ്പോഴും നമുക്ക് നല്ല കോൺഫിഡൻസ് തരികയാണ്. നല്ല കോൺഫിഡൻസ് തരുന്ന രീതിയിലാണ് വണ്ടിയുടെ ഹാൻഡ്ലിംഗ് വരുന്നത്. ഇത് നമ്മൾ വേണമെങ്കിൽ നോർമലി നമ്മുടെ എഫിഷ്യൻ മോഡിൽ തന്നെ, അല്ലെങ്കിൽ നമ്മളൊരു പേഴ്സണൽ ഒരു നോർമൽ ഒരു കംഫർട്ട് മോഡിൽ തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ നിങ്ങൾ മുകളിൽ കാണുന്ന പോലെ വലിയൊരു പനോറമിക് സൺറൂഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വളരെയധികം യൂസ്ഫുൾ ആണ്. ആൻഡ് ഓൾസോ ദിസ് തിങ് ഈസ് ടിൻഡഡ് ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി അധികം ചൂട് അകത്തോട്ട് വരുന്നില്ല. UV പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം വെച്ചാൽ അകത്തോട്ട് ചൂടടിക്കും എന്ന് പറഞ്ഞാൽ പുറത്തെ ആ ചൂട് കംപ്ലീറ്റ് ഒന്നും അകത്തോട്ട് വരുന്നില്ല. ചില വണ്ടികൾക്കകത്തൊക്കെ നമ്മൾ ഇരിക്കും, നമ്മൾ പൊള്ളി പോകില്ല. പിന്നെ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞത് 3 കളർ ഷീഡാണ്. ഇത് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ആണ്. ഇവിടെ അലുമിനിയം ഫിനിഷ് പോകുന്നുണ്ട്. ഇവിടെ വേറെ ഫിനിഷിംഗ് ആണ് അതിന് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ ഇന്ത്യയുടെ എന്ന് പറയുന്നത്. പിന്നെ ഇതിപ്പോൾ ശരിക്കും ഒരു വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷൻ ആണ് കേട്ടോ. ഈ ഒരു പ്രൈസിന് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് കാറാണെന്നുള്ളത് നമുക്ക് 100% പറയാൻ പറ്റും. ഏതുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്താൽ പോലും നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആൻഡ് ഓൾസോ EV മോട്ടോക്രാഫ്റ്റിലേക്ക് നിങ്ങൾ വിട്ടാൽ മതി. അവർ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇത് മതിയായിരിക്കില്ല, നമ്മൾ ഓവറായിട്ട് വലിച്ചു നീട്ടി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു താല്പര്യം നമുക്കില്ല. സോ ദിസ് ഈസ് ദീപക് രാജൻ. അബൂസ് മോഡിനെ കുറിച്ച് പറഞ്ഞു, റീജനെ കുറിച്ച് പറഞ്ഞു. അത്യാവശ്യം മൈലേജ് ഹൈവേയിൽ ഒരു 13 to 15 വരെ, ആവറേജ് ഒരു 13-14 നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള പോയിന്റ് ഓഫ് വ്യൂ. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്യാമറ വെച്ചിട്ട് നിങ്ങൾക്ക് ക്യാമറ മൗണ്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പോയിന്റ് ഓഫ് വ്യൂ കൂടെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ബൂസ്റ്റ് ഒന്നും കൂടെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്തേക്കാം. കണ്ടോ, ബൂസ്റ്റ് ഇടുമ്പോൾ ആ ഒരു ഫുള്ള് ശരിക്കും ഇലക്ട്രിക്കിൻ്റെ ഒരു സിസ്റ്റം കൂടെ വരുന്നുണ്ട്. കണ്ടോ, ത്രൂട്ട് നമുക്ക് നല്ല അഗ്രസീവ് ആയിട്ട് അവൻ കയറുന്നുണ്ട്. ബ്രേക്കിംഗ് എഫിഷ്യൻസി ആണെങ്കിലും ബാക്കിൽ വണ്ടിയൊന്നും ഇല്ല. ഇവിടെ ചെറിയൊരു കട്ടിങ് വന്നു. ഞാൻ ബ്രേക്ക് പിടിച്ച് കാണിച്ചാൽ എന്ത് അടിപൊളിയാണെന്നുണ്ടോ. മൊത്തത്തിൽ കൊള്ളാം. ഭയങ്കര അത്യാവശ്യം നല്ലൊരു വാല്യൂ ഫോർ മണി, അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെന്റിലെ ഒരു ബെസ്റ്റ് കാറാണെന്നുള്ളത് നമുക്ക് എന്താണെങ്കിലും പറയാൻ പറ്റും. അപ്പോൾ ദിസ് ഈസ് ദീപക് രാജൻ. നമ്മുടെ ബാക്കിൽ അനിൽ ജോസ് ഇരിപ്പുണ്ട്. മറ്റേ അതിന്റെ ഇവന്റ് നിങ്ങൾ ഡോക്ടർ ലൈഫ് എന്ന് പറഞ്ഞ വ്ളോഗ് നോക്കിയാൽ മതി. വ്ളോഗിൽ ഇവന്റ്സ് ഒക്കെ കാണാം. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ക്ലിപ്സും ഒക്കെ അതിൽ പാടി ചെയ്ത് തരും നിങ്ങൾക്ക്, മെയിൻ ക്ലിപ്സ് ഒക്കെ. നല്ല രസമായിരുന്നു. നമ്മൾ കുറെ കോൺവേ ആയിട്ട് കുറെ വണ്ടികളുടെ കൂടുതലാണ് വന്ന്. സോ ദിസ് ഈസ് ദീപക് രാജൻ ആൻഡ് അനിൽ ജോസ് ആൻഡ് അഖിൽ കൂടെ ഉണ്ട്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.